പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ ജനങ്ങൾക്ക് ദുരിതയാത്ര. റോഡ് തകർന്ന് തരിപ്പണമായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല എന്ന് യാത്രക്കാരും വ്യാപാരികളും പറയുന്നു. റോഡിലുടനീളം വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് പോലും മഴ ശക്തമാകുന്ന സാഹചര്യത്തിലും ചെയ്തതോടെ അപകടങ്ങളും ഇവിടെ പതിവാണെന്നും നാട്ടുകാർ ആരോപിച്ചു. മഴ ശക്തമായതോടെ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിൽ വലിയ ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒറ്റപ്പാലം മുതൽ കാഞ്ഞിരക്കടവ് വരെയുള്ള ഭാഗത്തും അമ്പലപ്പാറയിലെ പമ്പ് പരിസരം മുതൽ ടൗൺ വരെയുള്ള ഭാഗത്തുമാണ് റോഡ് വലിയ രീതിയിൽ തകർന്നിരിക്കുന്നത്. മഴ ശക്തമായതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ആഴം തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴികളിൽപ്പെട്ടുള്ള അപകടങ്ങൾ തുടർക്കഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. കാഞ്ഞിരക്കടവിൻ്റെ അതുവരെ പൂളക്കൊണ്ട് തൊട്ട് കാഞ്ഞിരക്കടവിൻ്റെ അതുവരെ ഭയങ്കര മോശം റോഡാണ്. അതേമാതിരി ഇതാ ഇവിടെ അമ്പലപ്പാറ എത്തി കഴിഞ്ഞാൽ പമ്പിൻ്റെ അവിടെ നിന്ന് ടൗൺ വരെ കുണ്ടും. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിലെ ചെളിവെള്ളം സമീപത്തെ കടകളിലേക്ക് തെറിച്ചു വീഴുന്നതായാണ് വ്യാപാരികളുടെ പരാതി. മഴ പെയ്തു കഴിഞ്ഞാൽ ചെളിയും വെള്ളവും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ കട മുന്നിലേക്ക് തെറ്റും, ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. അതേമാതിരി ആയിരുന്നു. ബൈക്കിൽ പോകുമ്പോൾ ഈ ഒരുപാട് കുണ്ടും ഇതൊക്കെ പോകുമ്പോൾ പ്രശ്നങ്ങളാണ്. ചാടിയിട്ടാണ് പോക്ക്. പിന്നെ ഒന്നാമത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം തന്നെയാണ്. കുഴികളൊന്നും അറിയില്ല, അതുകൂടെ ചാടിയിട്ട് പോകണം. ചില ആൾക്കാർ മറയാൻ പോകും, വീഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റോഡിൽ എല്ലാ വർഷവും താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയാലും മഴക്കാലം എത്തുന്നതോടെ വീണ്ടും കുഴികൾ രൂപപ്പെടും. കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്ന രീതിക്ക് പകരം റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി ശാസ്ത്രീയമായ രീതിയിൽ പുനർനിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിന്റെ വശങ്ങളിൽ പാർക്കിംഗ് ടൈലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടന്നെങ്കിലും പ്രധാന റോഡിന്റെ തകർച്ച പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കരാറുകാരുടെ പ്രവർത്തികളിലെ വീഴ്ചയും സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ജനം, പാലക്കാട്.